4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പതിവ് പോലെ ഇത്തവണയും ടെക്നോളജി വാർത്തകളിൽ നിന്നാണ് 4G തുടങ്ങുന്നത്. റിലയൻസ് ജിയോയുടെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ മാർച്ച് 31 അവസാനിക്കുന്നതോടെ ഡാറ്റയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തുടങ്ങുകയാണ് ഇന്ത്യയിൽ. സൗജന്യ ഓഫർ അവസാനിക്കുന്നതോടെ ഉപഭോക്താക്കൾ ജിയോയെ കൈവെടിയുമെന്ന എതിരാളികളുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കാനാണ് റിലയൻസിന്റെ ശ്രമം. ഉപഭോക്താക്കളെ അക്ഷരാർത്ഥത്തിൽ തന്നെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരായ കമ്പനികൾ. റിലയൻസ്, എയർടെൽ, വോഡാഫോൺ, ഐഡിയ സെല്ലുലാർ തുടങ്ങിയ വമ്പന്മാർ തമ്മിലുള്ള മത്സരം ഏതായാലും ഉപഭോക്താക്കൾക്ക് ഗുണമാകുന്നുണ്ട്. $250-300 ലഭിച്ചിരുന്ന 1GB ഡാറ്റ ഇപ്പോൾ വെറും 10 രൂപയ്ക്ക് ലഭിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മാർച്ച് 31 വരെ ലഭിക്കുന്ന സൗജന്യ സേവനം നാമമാത്രമായ തുകയ്ക്ക് നിങ്ങൾക്ക് തുടരാമെന്ന മോഹന വാഗ്ദാനമാണ് റിലയൻസ് ജിയോ പ്രൈം എന്ന പുതിയ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് 99 രൂപ എന്ന വാർഷിക വരിസംഖ്യ അടച്ച് ജിയോ പ്രൈം വരിക്കാരനാകാം. ഈ പ്ലാനിൽ 1GB ഡാറ്റ നിങ്ങൾക്ക് പ്രതിദിനം ഉപയോഗിക്കാം. മാസാമാസം മുടക്കേണ്ടത് വെറും 303 രൂപ മാത്രം. അതായത് ഏകദേശം 10 രൂപയ്ക്ക് 1GB ഡാറ്റ പ്രതിദിനം ലഭിക്കുന്നു. പരിധികളില്ലാതെ വോയിസ് കോളുകളും SMS-ഉം ജീവിതകാലം മുഴുവൻ ലഭിക്കുകയും ചെയ്യും. മറ്റു കമ്പനികളുടെ ഇപ്പോൾ നിലവിലുള്ള ഏതു പ്ലാനിനേക്കാൾ വളരെ കുറവാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ഇപ്പോൾ ജിയോ സിം സെക്കൻഡറിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർടെൽ, വോഡാഫോൺ, ഐഡിയ എന്നീ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരുടെ ഉപഭോക്താക്കളെ ഇങ്ങനെ സ്വന്തമാക്കാം എന്നതാണ് റിലയൻസിന്റെ തന്ത്രം. അത് വിജയിക്കാതിരിക്കാൻ കാരണമൊന്നും കാണുന്നുമില്ല. നിലവിലുള്ള വരിക്കാരെ നഷ്ടപ്പെടാതിരിക്കാൻ എതിരാളികൾ ഇതിൽ മികച്ച പ്ലാൻ നൽകുന്നില്ല എങ്കിൽ, എന്നാൽ എയർടെല്ലും വോഡാഫോണും ഐഡിയയും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം സർവീസ് പ്രൊവൈഡറായ എയർടെൽ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് എതിരാളികളായ ടെലിനോറിനെ ഏറ്റെടുത്തത്. ഈ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഈ നീക്കത്തിലൂടെ എയർടെല്ലിന് തുറന്നു കിട്ടും. ഇപ്പോൾ 3 മാസ കാലയളവിലേക്ക് 30GB ഡാറ്റ 1495 രൂപയ്ക്കാണ് എയർടെൽ നൽകുന്നത്. നിങ്ങൾക്ക് ഒരു എയർടെൽ കണക്ഷൻ ഇല്ലാതിരിക്കുകയും എന്നാൽ 4G സേവനം എയർടെല്ലിലേക്ക് മാറ്റുകയും വേണമെങ്കിൽ 1 വർഷത്തേക്ക് നിങ്ങൾ 9000 രൂപ മുടക്കേണ്ടി വരും. അധികമായി 345 രൂപയ്ക്ക് 3GB ഡാറ്റ ലഭ്യമാകുന്ന മറ്റൊരു പ്ലാനുമുണ്ട്. എല്ലാ നെറ്റ്വർക്കിലേക്കും സൗജന്യ കോളുകളും ഈ പ്ലാൻ നൽകുന്നു. പോസ്റ്റ്പെയ്ഡ് ഉപഭോക്താക്കൾക്കായി 549 രൂപയ്ക്ക് 6GB ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും എയർടെൽ നൽകും. ഒപ്പം 3GB ഫ്രീ ഡാറ്റ പ്ലാനും. മൈ എയർടെൽ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ഈ ഓഫർ ഉപയോഗിക്കാം. വോഡാഫോൺ ആകട്ടെ 349 രൂപയ്ക്ക് 6GB ഡാറ്റ ആണ് നൽകുന്നത്. ഒപ്പം പരിധികളില്ലാത്ത വോയിസ് കോളുകളും. മറ്റൊരു പുതിയ ഓഫർ അനുസരിച്ച് 250 രൂപയ്ക്ക് 1GB ഡാറ്റ പാക്ക് വാങ്ങുമ്പോൾ 28 ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുന്നത് 4GB ഡാറ്റയാണ്. 999 രൂപയ്ക്ക് 22GB ഡാറ്റ നൽകുന്ന മറ്റൊരു ഓഫറും വോഡാഫോൺ നൽകുന്നുണ്ട്. നേരത്തെ ഈ തുകയ്ക്ക് വെറും 10GB 4G ഡാറ്റ ആണ് വോഡാഫോൺ കൊടുത്തുകൊണ്ടിരുന്നത്. ജിയോ വിളയാട്ടത്തിൽ കളി മുഴുവൻ മാറി എന്നർത്ഥം. വോഡാഫോൺ നൽകുന്ന മറ്റ് ഓഫറുകൾ ഇങ്ങനെയാണ്: 450 രൂപയ്ക്ക് 9GB, 1500 രൂപയ്ക്ക് 35GB ഡാറ്റ. ഏതായാലും 4 മടങ്ങ് വർധന വന്നത് 250 രൂപയുടെ ഓഫറിൽ മാത്രം. വോഡാഫോണുമായി ആസന്നമായിരിക്കുന്ന ലയനം ഐഡിയയെ തന്ത്രപരമായി എങ്ങനെ ബാധിക്കും എന്നതിൽ ഇപ്പോഴും തീർച്ചയില്ലെങ്കിലും ഡാറ്റയിൽ രാജ്യത്തെ നിലവിലെ വില നിലവാരവുമായി കഴിയുന്നത്ര യോജിച്ചു പോകാൻ ഐഡിയയും ശ്രമിക്കുന്നുണ്ട്. 1 മാസത്തെ കാലാവധിയിൽ 1GB ഡാറ്റയ്ക്ക് 348 രൂപയാണ് ഐഡിയ ഈടാക്കുന്നത്. ഒരു പുതിയ 4G എനേബിൾഡ് ഫോണിൽ ഈ പാക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അധികമായി 3GB ഡാറ്റ നിങ്ങൾക്ക് കിട്ടും.
28 ദിവസം കാലാവധിയുള്ള ഈ പാക്ക് 365 ദിവസത്തിൽ 13 തവണ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. പോസ്റ്റ് പെയ്ഡിനു വേണ്ടിയുള്ള 499 രൂപയുടെ പ്ലാനിൽ അൺലിമിറ്റഡ് നാഷണൽ ഇൻകമിംഗ് റോമിംഗ് കോളുകളൊപ്പം 3 GB സൗജന്യ ഡാറ്റയും നൽകുന്നു. ഈയിടെ റിലയൻസ് ജിയോയെ പരിഹസിക്കുന്ന പരസ്യങ്ങളിലൂടെയും മറ്റും വെല്ലുവിളി തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന സൂചന തന്നെയാണ് ഐഡിയ നൽകുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ഈ ഡാറ്റ യുദ്ധം എവിടെ ചെന്ന് നിൽക്കും? റിലയൻസ് ജിയോയുടെ തന്ത്രങ്ങൾ വിപണിയുടെ താളം തെറ്റിക്കുന്നതും ആത്മഹത്യാപരവുമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും കാണാതെ മുകേഷ് അംബാനി ഇങ്ങനൊരു കളിക്ക് ഇറങ്ങി പുറപ്പെടുമോ എന്ന വാദത്തിനാണ് പക്ഷേ പിൻബലം കൂടുതൽ. സൗജന്യങ്ങളുടെയും നാമമാത്ര നിരക്കിൻ്റെയും ഈ കളി എവിടം വരെ പോകും? പരസ്പരം മത്സരിച്ച് നിരക്ക് കുറച്ച് ഒടുവിൽ ഒരാൾ മാത്രം അവശേഷിക്കും. അയാൾക്ക് എല്ലാം കിട്ടും. പിന്നീട് വിപണി അയാൾ നിയന്ത്രിക്കും. അതുവരെ നമ്മൾ ഉപഭോക്താക്കൾ തന്നെ രാജാവ്. ശേഷം ചിന്ത്യം. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ബിസിനസ് ഒരു ദശാസന്ധിയിലാണ്. സ്മാർട്ട് ഫോണുകളുടെയും പിന്നീട് ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളുടെയും തള്ളിക്കയറ്റത്തിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ ലാപ്ടോപ്പ് വംശം അന്യം നിന്നു പോകുമോ എന്ന ആശങ്ക വരെയുണ്ടായി. എന്നാൽ പിന്നീട് ടാബ്ലറ്റുകളുമായുള്ള ജനത്തിൻ്റെ മധുവിധു അവസാനിച്ചതോടെ ചാരത്തിൽ നിന്നും ലാപ്ടോപ്പ് എന്ന ആശയം വീണ്ടും മുളപൊട്ടി തുടങ്ങി. പക്ഷേ പരമ്പരാഗത രീതികളുമായി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്നും മിക്ക ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നിർമ്മാതാക്കളും പാഠം പഠിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ പുതിയ കാലത്തിൻ്റെ ശീലങ്ങളും രീതികളും മനസ്സിലാക്കി പ്രസിദ്ധ കമ്പ്യൂട്ടർ നിർമ്മാതാക്കളായ ഹ്യൂലറ്റ് ആൻഡ് പക്കാർഡ് നിർമ്മിച്ച ഒമൻ സീരീസ് VR റെഡി ഗെയിമിംഗ് PCകളും പെരിഫറൽസും ഇന്ത്യയിലും ലോഞ്ച് ചെയ്തു. ഓമൻ സീരീസിൽ വരുന്ന 5 ലാപ്ടോപ്പ് വേരിയന്റുകളും മോണിറ്ററുകളും മറ്റ് ആക്സസറികളുമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. മാർച്ച് 15 മുതൽ ഇവ വിപണിയിൽ ലഭ്യമായി തുടങ്ങും. വിൻഡോസ് 10 പ്രവർത്തിക്കുന്ന ഈ പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വില 79,990 തുടങ്ങി 1,69,990 വരെയാണ്. ₹3,000 കോടി മൂല്യം വരുന്ന ഇന്ത്യയിലെ ഗെയിമിംഗ് വിപണിയിൽ വിശ്വാസമർപ്പിച്ചാണ് HP അവരുടെ പ്രീമിയം സീരീസ് ഡിവൈസുകൾ വിപണിയിലെത്തിക്കുന്നത്. വെർച്വൽ റിയാലിറ്റി എന്ന പുതിയ തരംഗത്തെ പിൻപറ്റി VR റെഡി ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന ടാഗ് ലൈനോടെയാണ് ഒമൻ സീരീസ് എത്തുന്നത്. HTCയുടെ Vive VR ഹെഡ്സെറ്റുകൾ ഈ ലാപ്ടോപ്പുകൾ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ലാപ്ടോപ്പിനൊപ്പം Vive ഹെഡ്സെറ്റുകൾ HP നൽകുന്നില്ല. ഇന്ത്യയിൽ HTC Vive ഹെഡ്സെറ്റുകൾ ലഭ്യമാകാൻ മെയ് ആകും എന്നത് വിപണിയിൽ ഈ ലാപ്ടോപ്പുകൾക്ക് തിരിച്ചടിയായേക്കും. ഏതായാലും ഗെയിമിംഗ് വിപണി ഇന്ത്യയിൽ വളരുക തന്നെയാണ്. അതുകൊണ്ട് മാത്രം ഗെയിമിംഗ് PCകൾ വിപണിയിൽ രക്ഷപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രീമിയം ഡിവൈസുകളെ ജനപ്രിയമാക്കാൻ HPക്ക് മറ്റു പല വഴികളും നോക്കേണ്ടി വരും.